എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് വീട് വിട്ട് ഇറങ്ങുവാണ്. ആകെ സങ്കടപ്പെട്ട് ദേവയാനിയും നയനയും കൂടെ ചെല്ലുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇതൊന്നിൻ്റെ അവസാനമല്ല, തുടക്കമാണ് എന്ന് കരുതിയാൽ മതി. ഇനി എന്തായാലും ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് തല ഉയർത്തിപ്പിടിച്ച് തന്നെയായിരിക്കും. അങ്ങനെ ചില തീരുമാനങ്ങളെടുത്താണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആദർശ് പോകുന്നത്. പോയി കഴിയുമ്പോൾ നയനയ്ക്ക് ആകെ വിഷമമാണ്. നയന അകത്ത് വന്നിട്ട് മുത്തശ്ശിയുടെ തോളിലേക്ക് വീണ് കിടന്ന് ഭയങ്കര കരച്ചിലാണ്. അന്നേരം ദേവേനെ പറയുന്നുണ്ട്, ഈ സമയത്ത് മോൾക്ക് യാതൊരു ടെൻഷനോ വിഷമോ ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് മനസ്സിലാക്കി അച്ഛൻ ആദർശമോൻ ഇവിടുന്ന് പോകരുത് എന്ന് പറയണമായിരുന്നു. അച്ഛൻ അത് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ദേവേനെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഓരോന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയും, നയനമോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി. അമ്മ കരഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞും കരയും. ആ ഒരു അവസ്ഥയിലാണ് അവൾ. എന്നിട്ടും നിങ്ങളതൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ മുത്തശ്ശനെ കുറ്റപ്പെടുത്തുവാണ് മുത്തശ്ശി. പിന്നെ നയന വയറുവേദനയൊക്കെ എടുത്ത് വയറിൽ ഞെക്കി പിടിച്ച് തറയിലേക്ക് വീഴുന്നതും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ.